KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരവൂർ സന്ദർശനത്തെ എതിർത്തിരുന്നതായി DGP സെൻകുമാർ. മോദിയുടെയും രാഹുലിന്റെയും സന്ദർശനം ജനങ്ങൾക്ക് ആശ്വാസമായെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മോദിയല്ല രാജ്യം, RSS അല്ല പാർലമെന്റ്, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകം, പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. ഡൽഹിയിൽ ഇന്നു മുതൽ വീണ്ടും ഒറ്റ ഇരട്ട അക്ക വാഹന നിയന്ത്രണം. തൃശൂർ പൂരം കോടതി നിർദ്ദേശങ്ങൾ പാലിച്ച് ഭംഗിയായി നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കരിയർ രംഗത്തെ പുത്തൻ വിവരങ്ങളുമായി വിസ്ഡം ഓൺലൈൻ. വാർത്തകൾ വിശദമായി. വെടിക്കെട്ട് അപകട ദിവസം തന്നെ പരവൂർ സന്ദർശിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ എതിർത്തിരുന്നതായി DGP TP സെൻകുമാർ പറഞ്ഞു. അപകടം നടന്നതിനാൽ പോലീസ് സേന രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് സന്ദർശനം നടത്തുന്നതിനെയാണ് എതിർത്തതെന്നും DGP ഒരു ദേശീയ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. പരവൂർ വെടിക്കെട്ട് അപകടം നടക്കുമ്പോൾ പോലീസ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയെപ്പോലെ VVIP ആയ ഒരാൾ സംഭവസ്ഥലം സന്ദർശിക്കുന്നത് ഉചിതമല്ല. പ്രധാനമന്ത്രിക്ക് മതിയായ സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അപ്പോഴത്തേത്, DGP പറഞ്ഞു. മാത്രമല്ല, കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും സംഭവസ്ഥലം സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശന വിവരം അറിഞ്ഞ ഉടൻ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം തന്നെ അറിയിച്ചത്. തുടർന്ന് മോദിയുടെ സുരക്ഷാ ചുമതലയുള്ള SPG സംഘം തന്നെ ബന്ധപ്പെട്ടുവെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചുവെന്നും സെൻകുമാർ പറഞ്ഞു. എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തിങ്കളാഴ്ചത്തേക്ക് മാറ്റണമെന്ന് താൻ അഭ്യർത്ഥിച്ചു. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനാലാണ് ഇതെന്നും പറഞ്ഞു. എന്നാൽ സന്ദർശനത്തിൽ മാറ്റമില്ലെന്ന് SPG വ്യക്തമാക്കി. പ്രധാനമന്ത്രി സന്ദർശിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ പോലീസിന് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ലെന്നും DGP പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെയും പരവൂർ സന്ദർശനത്തെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മോദിയുടെയും രാഹുലിന്റെയും സന്ദർശനം ജനങ്ങൾക്ക് ആശ്വാസമായെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ദേശീയ നേതാക്കളുടെ സന്ദർശനവും ഉപദേശവും കേരളത്തിന് ഗുണം ചെയ്തു. ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾ രാവിലെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. രാവിലെ 6 മണിക്കു ശേഷം വിദഗ്ധ ചികിത്സ നൽകുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. DGPയുടെ പരാമർശം വളച്ചൊടിക്കേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രി അടക്കമുള്ളവർ എത്തിയപ്പോൾ ഉണ്ടായ സുരക്ഷാ പ്രശ്നങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. VVIP സുരക്ഷയെക്കുറിച്ചാണ് DGP പറഞ്ഞതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ 2 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ടെക്നോ പാർക്ക് ജീവനക്കാരായിരുന്ന നിനോ മാത്യു, കാമുകി അനുശാന്തി എന്നിവർക്കുള്ള ശിക്ഷ കോടതി നാളെ വിധിക്കും. ശിക്ഷാവിധിക്കായുള്ള അന്തിമവാദം ഉച്ചയ്ക്ക് ശേഷം നടക്കും. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ എല്ലാം കോടതി അംഗീകരിച്ചു. 4 വയസ്സുകാരി മകളെ അടക്കം കൊല്ലാൻ ഗൂഢാലോചന നടത്തിയ നിനോയുടെ കാമുകി അനുശാന്തി 2ാം പ്രതിയാണ്. നിനോ മാത്യുവിനെതിരെ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ നടത്തിയതായി കോടതി കണ്ടെത്തി. അനുശാന്തി കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയതായും കോടതി നിരീക്ഷിച്ചു. തങ്ങളെ കൊടുക്കാൻ പോലീസ് മനഃപൂർവ്വം തെളിവ് സൃഷ്ടിച്ചുവെന്ന പ്രതികളുടെ വാദം കോടതി തള്ളിക്കളഞ്ഞു. 2014 ഏപ്രിൽ 16-നായിരുന്നു കേസിനാസ്പദമായ കൊലപാതകം. അനുശാന്തിയുടെ ഭർത്താവ് ലിജേഷിന്റെ അമ്മ ആലംകോട് മണ്ണൂർ ഭാഗം തുഷാരത്തിൽ ഓമന, മകൾ സ്വസ്തിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വെട്ടേറ്റ ഭർത്താവ് ലിജേഷ് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ തന്റെ കുടുംബത്തെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന് മനസ്സിലാക്കിയ അനുശാന്തി കാമുകൻ നിനോയെ പ്രേരിപ്പിച്ച് കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു. നിനോയെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. അനുശാന്തിയുടെ പെരുമാറ്റത്തിലും സംശയം തോന്നിയ പോലീസ് ഇരുവരെയും ചോദ്യം ചെയ്തതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന കൊലപാതക കഥ പുറത്തായത്. ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങൾ അടക്കം നിരവധി സാങ്കേതിക തെളിവുകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കേസിൽ 49 സാക്ഷികളെയും 85 രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. 49 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാറാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. മോദിയല്ല രാജ്യം, RSS അല്ല പാർലമെന്റ്, മനുസ്മൃതിയല്ല ഭരണഘടന. അംബേദ്കർ ജയന്തിയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
ഭരണഘടനയിലെ അവകാശങ്ങൾ ഹനിക്കുകയും അതേസമയം BR അംബേദ്കറിന് വെറുതെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നത് ശരിയായ നടപടിയല്ലെന്ന് കെജ്രിവാൾ പറഞ്ഞു. വിദ്യാർത്ഥികളോട് അംബേദ്കറെക്കുറിച്ച് സംസാരിച്ചതിന്റെ പേരിൽ ദളിത് ഗവേഷണ വിദ്യാർത്ഥി രോഹിത് വെമുല ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിതനായതാണ്. അതിനു കാരണക്കാരായ 2 മന്ത്രിമാർക്കെതിരെയും നടപടി വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അംബേദ്കറുടെ ചിത്രം അലങ്കരിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്കാകുമോ എന്ന് കെജ്രിവാൾ ചോദിച്ചു. അംബേദ്കർ വിഭാവനം ചെയ്തതുപോലെയല്ല ഇന്ത്യയിൽ കാര്യങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഇപ്പോഴില്ല. സമത്വവും സാഹോദര്യവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ചിലർ ദേശസ്നേഹികളും ചിലർ രാജ്യദ്രോഹികളും ആക്കപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയെ പരിഹസിക്കുന്നവരാണ് അംബേദ്കറെ ആദരിക്കുന്നതായി നടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അംബേദ്കറുടെ 125ാം ജന്മദിനത്തിൽ മധ്യപ്രദേശിലെ മഹുവിലെത്തിയ പ്രധാനമന്ത്രിയെ പ്രതിപക്ഷ പാർട്ടികളും എതിർത്തിരുന്നു. ദേശീയ പ്രതീകങ്ങളെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണിതെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി കഴിഞ്ഞ ജനുവരിയിൽ ഡൽഹിയിൽ പരീക്ഷിച്ച ഒറ്റ ഇരട്ട നമ്പർ വാഹന നിയന്ത്രണത്തിന് ഇന്നു മുതൽ ഡൽഹിയിൽ വീണ്ടും തുടക്കമായി. രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ ബാധകമാകുന്ന നിയന്ത്രണം ഏപ്രിൽ 30 വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ 7000-ഓളം ഉദ്യോഗസ്ഥരെയാണ് നിയന്ത്രണം കാര്യക്ഷമമാക്കാൻ ഡൽഹി സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിയന്ത്രണത്തിൽ നിന്ന് CNG വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. വനിതകൾ, മെഡിക്കൽ എമർജൻസി, സ്കൂൾ യൂണിഫോം ധരിച്ച കുട്ടികൾ എന്നിവരുടെ വാഹനത്തിനും ഇളവുണ്ട്. അതേസമയം 2ാം ഘട്ടം വിജയകരമായാൽ എല്ലാ മാസവും 15 ദിവസം വീതം ഒറ്റ ഇരട്ട അക്ക വാഹന നിയന്ത്രണം ഏർപ്പെടുത്താനാണ് സർക്കാർ തീരുമാനം. സംസ്ഥാനത്തെ മലിനീകരണ നിയന്ത്രണത്തിനായി വാഹന നിയന്ത്രണം ഇനിയും ആവശ്യമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് ഒറ്റ ഇരട്ട അക്ക നിയന്ത്രണം ഇനിയും ഏർപ്പെടുത്താൻ ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാൾ ലക്ഷ്യമിടുന്നത്. എല്ലാ മാസവും ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുവഴി ഡൽഹിയിലെ മലിനീകരണം വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നതെന്ന് കെജ്രിവാൾ പറഞ്ഞു. അതിനു പുറമെ മലിനീകരണം കുറയ്ക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു. ഹൈക്കോടതി വിധിപ്രകാരം സുരക്ഷാ നിയന്ത്രണങ്ങളോടെ തൃശൂർ പൂരം ഏറ്റവും ഭംഗിയായി നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഹൈക്കോടതി നിർദ്ദേശിച്ച എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമായി പാലിക്കും. നിയന്ത്രണങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകം വിളിച്ചു ചേർത്ത യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പതിവ് പോലെ ആനയെഴുന്നള്ളത്തും വെടിക്കെട്ടും നിയന്ത്രണങ്ങളോടെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഘോഷങ്ങൾക്കൊപ്പം സുരക്ഷയും പ്രധാനമാണ്. കഴിഞ്ഞ കൊല്ലം നടത്തിയതിനേക്കാൾ ഭംഗിയായി പൂരം നടത്തുമെന്നും പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭാവിയിൽ വർണ്ണപ്പൊലിമയുള്ള വെടിക്കെട്ട് നടത്താൻ ശ്രമിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ശബ്ദ തീവ്രത പരമാവധി കുറയ്ക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. എസ്എസ്എഫിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. എസ്എസ്എഫിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. അടിമത്തത്തിൻ ചങ്ങല പൊട്ടിച്ചുണരാം നമുക്കു ഗതിവേഗം, അധർമ്മക്കോട്ട തകർത്തെറിയാമിനി ഒത്തൊരുമിക്കൂ അതിവേഗം. എസ്എസ്എഫിൻ മക്കൾ ഞങ്ങൾ, ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചന. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. 3 വിദേശ ഭാഷകളിൽ നെറ്റ് കരസ്ഥമാക്കി മഅ്ദിൻ ദേവ കോളേജ് പൂർവ്വ വിദ്യാർത്ഥിക്ക് അപൂർവ നേട്ടം. അറബിക്കിൽ JRFും ഇംഗ്ലീഷിൽ നെറ്റും സ്വന്തമാക്കിയ മേൽമുറി പൊടിയാട് PM സുബൈർ അംജദിക്കാണ് ഇപ്പോൾ ജർമ്മൻ ഭാഷയിൽ നെറ്റ് ലഭിച്ചിരിക്കുന്നത്. ഹൈദരാബാദിലെ ഇഫൽ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സുബൈർ അംജദി ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള MITSൽ ജർമ്മൻ ഭാഷാ അധ്യാപകനാണ്. 2015ലെ മഅ്ദിൻ അക്കാദമിയുടെ സ്റ്റുഡന്റ്സ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരുന്നു.
മഅദിനിൽ 7ാം ക്ലാസ് മുതൽ PG വരെ പഠനം നടത്തി. ഇപ്പോൾ മഅദിൻ ഫോറിൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ്. പനമ്പുഴ മണ്ണാൻതൊടി ഹംസ ഹാജി ആസിയ ദമ്പതികളുടെ 4ാമത്തെ മകനാണ്. ഉപരിപഠന മാർഗനിർദ്ദേശങ്ങളും വിവരങ്ങളുമായി വിസ്ഡം ഓൺലൈൻ വെബ്സൈറ്റ് ജനശ്രദ്ധയാകർഷിക്കുന്നു. ഏറ്റവും വേഗത്തിൽ വിവിധ യൂണിവേഴ്സിറ്റി അറിയിപ്പുകൾ, അഡ്മിഷൻ വിവരങ്ങൾ, സ്കോളർഷിപ്പ് തുടങ്ങിയവ ലഭ്യമാക്കുകയാണ് സൈറ്റ്. കേരളത്തിനകത്തും പുറത്തുമുള്ള തൊഴിൽ അവസരങ്ങൾ കൂടി www.wisdomonline.in എന്ന വെബ്സൈറ്റിലൂടെ അറിയാൻ സാധിക്കുന്നു. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയാണ് സൈറ്റിന് പിന്നിൽ. ആൻഡ്രോയിഡ് ഫോണുകൾക്കായി വിസ്ഡം ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. മർക്കസിൽ നിന്നും പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് അനാഥ വിദ്യാർത്ഥികൾ വീണ്ടും മർക്കസിൽ ഒത്തുകൂടുന്നു. മർക്കസ് തുർക്കിയ യത്തീംഖാനയിൽ വർഷങ്ങളോളം പഠിച്ച് പഠനം പൂർത്തിയാക്കി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ വിശ്വകലാലയത്തിന്റെ തിരുമുറ്റത്ത് വീണ്ടും ഒത്തുകൂടുന്നത്. ഈ മാസം 17, 18 തീയതികളിലാണ് മർക്കസിൽ ഈ അപൂർവ സംഗമം നടക്കുന്നത്. 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 രജിസ്ട്രേഷൻ ആരംഭിക്കും. ശേഷം 3:30 ആരംഭിക്കുന്ന ഉദ്ഘാടന സെഷനിൽ സയ്യിദ് ശിഹാബുദ്ദീൻ പ്രാർത്ഥന നടത്തും. മർക്കസ് HSS പ്രിൻസിപ്പൽ G. അബൂബക്കർ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7:30 മീറ്റ് ദ മെന്റർ സെഷൻ അബ്ദുൽ ഖാദർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. 8:30 മർക്കസ് അലുമിനിക്കൊപ്പം സെഷന് സയ്യിദ് സൈനുൽ ആബിദീൻ ജീലാനി, സയ്യിദ് സ്വാലിഹ് ശിഹാബ് ജിഫ്രി, അക്ബർ ബാദ്ഷാ സഖാഫി, അബ്ദുറഹ്മാൻ ഇടക്കുനി, CK മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകും. 18 രാവിലെ 8 മണിക്ക് മർക്കസ് ഡേയും ഓസ്മോ ലൈബ്രറി ഉദ്ഘാടനവും നടക്കും. AC കോയ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ C. മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്യും. ഓസ്മോ ലൈബ്രറി ഉദ്ഘാടനം അബുൽ ഐത്താം ഷേഖുന കാന്തപുരം ഉസ്താദ് നിർവഹിക്കും. ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തും. മൻസൂർ ഹാജി ചെന്നൈ മുഖ്യാതിഥിയായിരിക്കും. AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, VPM ഫൈസി വില്യാപ്പള്ളി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, മുഹമ്മദ് മാസ്റ്റർ, ഉനൈസ് മുഹമ്മദ് കൽപ്പകഞ്ചേരി, ഉബൈദ് സഖാഫി, അമീർ ഹസൻ ഓസ്ട്രേലിയ, അബ്ദുറഹ്മാൻ എടക്കുനി, റഷീദ് പുന്നശ്ശേരി, ഉബൈദ് കാക്കവയൽ, TT അബ്ദുൽ ഗഫൂർ ലത്തീഫി, സലാമുദ്ദീൻ നെല്ലാങ്കണ്ടി തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. തങ്ങളുടെ സ്വന്തം ഉപ്പയായ അബുൽ ഐത്താം ഷേഖുന കാന്തപുരം ഉസ്താദിന്റെ സവിധത്തിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ഒത്തുകൂടൽ അനാഥ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവങ്ങളാണ് സമ്മാനിക്കുക. പൂർവ്വ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ മർക്കസ് ഒരുങ്ങിക്കഴിഞ്ഞു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരവൂർ സന്ദർശനത്തെ എതിർത്തിരുന്നതായി DGP സെൻകുമാർ. മോദിയുടെയും രാഹുലിന്റെയും സന്ദർശനം ജനങ്ങൾക്ക് ആശ്വാസമായെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മോദിയല്ല രാജ്യം, RSS അല്ല പാർലമെന്റ്, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകം, പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. കരിയർ രംഗത്തെ പുത്തൻ വിവരങ്ങളുമായി വിസ്ഡം ഓൺലൈൻ. തൃശൂർ പൂരം കോടതി നിർദ്ദേശങ്ങൾ പാലിച്ച് ഭംഗിയായി നടത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഡൽഹിയിൽ ഇന്നു മുതൽ വീണ്ടും ഒറ്റ ഇരട്ട അക്ക വാഹന നിയന്ത്രണം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.